വയനാട് ഞങ്ങൾ എല്ലാ ഗൗരവത്തിലും ഒരു രാഷ്ട്രീയ സമർത്ഥനം, രാഷ്ട്രീയ പോരാട്ടമാണ്. ഞങ്ങൾ അപ്പോഴും എപ്പോഴും പറയുന്നു, കോൺഗ്രസ് രാഷ്ട്രീയമായ ദൂരക്കാഴ്ചകളെന്ന് പെരുമാറി വയനാട്ടിൽ. മറന്നുകൊണ്ടുമല്ല, ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമാണ് ഞങ്ങളും കോൺഗ്രസ്. ഇന്ത്യ സഖ്യത്തിലെ പ്രധാനപ്പെട്ട പാർട്ടിയാണ് കോൺഗ്രസ്. ആ പാർട്ടിയുടെ, ആ മുന്നണിയുടെ ഏറ്റവും ശോഭിക്കുന്ന മുഖമാണ് രാഹുൽ ഗാന്ധി. ആ രാഹുൽ ഗാന്ധിയെപ്പോലെ ഒരാളെ നിർണായകമായ ഒരു രാഷ്ട്രീയ സമരത്തിൻ്റെ ഘട്ടത്തിൽ കോൺഗ്രസ് പാർട്ടി സ്ഥാനാർത്ഥിയാക്കുന്നുണ്ടെങ്കിൽ സ്ഥാനാർത്ഥി ആക്കേണ്ടത് എവിടെയാണ്? രാഹുൽ ഗാന്ധിക്ക് അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധിക്ക് എവിടെയും മത്സരിക്കാം. ഏത് മണ്ഡലത്തിൽ ആര് സ്ഥാനാർത്ഥി, ആ തീരുമാനം എടുക്കാനുള്ള സമ്പൂർണ്ണ അവകാശം കോൺഗ്രസ് പാർട്ടിക്കുണ്ട്. ഞങ്ങളതിനെ അംഗീകരിക്കുന്നവരാണ്. പക്ഷെ രാഹുൽ ഗാന്ധിയെപ്പോലെ ഒരാൾ ഇത്രയും നിർണായകമായ ഒരു പൊളിറ്റിക്കൽ ബാറ്റിലിൽ മത്സരാർത്ഥിയായിട്ട് വരുമ്പോൾ ആ മത്സരത്തിൻ്റെ വേദി എവിടെയായിരിക്കണം? അത് ആ രാഷ്ട്രീയ സമരത്തിൻ്റെ ഫോക്കൽ പോയിൻ്റായ BJPക്ക് ശക്തിയേറെയുള്ള നോർത്ത് ഇന്ത്യ ആകണമോ, അതോ ഒരിക്കലും BJP ജയിക്കില്ല എന്ന് ഉറപ്പുള്ള വയനാട്ടിലാകണം? അവിടെയാണ് ഞാൻ ചോദിച്ചത്. കോൺഗ്രസ് പാർട്ടിയുടെ പൊളിറ്റിക്കൽ വിസ്ഡം അതാണ് പ്രകടമാക്കേണ്ടത്. അതാണ് ഞാൻ പറയുന്നത്. അന്ന് അവിടെ മത്സരിക്കുമ്പോൾ ഒരിക്കൽ പോലും കോൺഗ്രസ് പാർട്ടി, ഞാൻ രാഹുൽ ഗാന്ധിയെ വ്യക്തിപരമായി അന്നും ഇന്നും വിമർശിക്കുന്നില്ല. രാഹുൽ ഗാന്ധി മൂക്കിനപ്പുറം കാണാത്ത കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരുടെ സമ്മർദ്ദപ്രകാരം വയനാട്ടിലേക്ക് വന്നുവെന്നാണ് എൻ്റെ വിശ്വാസം. ഈ രാഷ്ട്രീയ രാഹുൽ ഗാന്ധിക്ക് മനസ്സിലാകും. ഞാൻ മനസ്സിലാക്കിയ രാഹുൽ ഗാന്ധിക്ക് ഈ രാഷ്ട്രീയം മനസ്സിലാക്കാൻ കെൽപ്പുണ്ട്, രാഷ്ട്രീയമായ ധാരണയുണ്ട്, ആശയ വ്യക്തതയുണ്ട്. ആ രാഹുൽ ഗാന്ധിയെ ദൂരക്കാഴ്ചയില്ലാത്ത രാഷ്ട്രീയ കൈയാളി ശീലിച്ച കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം നിർബന്ധിച്ച് വയനാട്ടിൽ കൊണ്ടുവന്നു. രാഹുൽ ഗാന്ധി ജയിച്ചു. ആ വിജയത്തിൻ്റെ രണ്ടാമത്തെ ആഴ്ച രാഹുൽ ഗാന്ധി രാജിവെച്ചു. ഇതായിരുന്നു കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുടെ പദ്ധതിയെങ്കിൽ ഈ പദ്ധതിയുടെ ശില്പികൾക്ക്, കാരണക്കാർക്ക് തീർച്ചയായിട്ടും ഇതുപോലൊരു പൊളിറ്റിക്കൽ എന്താ പറയേണ്ട വാക്ക്, ആ വാക്ക് എന്താണോ ആ വാക്ക്, അതിലേക്ക് രാഹുൽ ഗാന്ധിയെപ്പോലൊരു വലിയ മനുഷ്യനെ വലിച്ചിഴക്കേണ്ട കാര്യമില്ലായിരുന്നു. അവർ കൊണ്ടുവന്നു. എന്തായാലും അവർ രാജിവെപ്പിച്ചു. വീണ്ടും ലക്ഷം വരുന്നു. ഞങ്ങൾ മത്സരിക്കും എല്ലാ ഗൗരവത്തിലും.